നാം ഇവിടെ ഈ ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മണ്ഡലത്തിൽ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. The God of heaven comes to rest upon our lives. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിന് ഹല്ലേലൂയ പാടിയെങ്കിൽ അവൻ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവൻ അവന്റെ ഇരിപ്പിടം വിട്ടിറങ്ങി നിന്റെ മേൽ അവൻ അധിവസിക്കുകയാണ്. Oh, hallelujah. ഹല്ലേലൂയ. Bible teaches us that as God's children praise the name of the Lord is more delighted. Amen. It's more delighted. That is the joy of the Lord to rest upon God's people. Hallelujah. കർത്താവിന്റെ വചനം നമ്മെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ മക്കൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അധികം സന്തോഷം അവന് ഉണ്ടായിട്ട് നമ്മുടെ മേൽ അവൻ ഇറങ്ങി വന്ന് ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്നവനായ ദൈവം നമ്മുടെ മേൽ ഇറങ്ങി വരും. So by which I just want to give you this idea, the foremost thing that we need to seek for must be for the presence of the Most High God in our lives. നമ്മുടെ ജീവിതത്തിലെ ഒന്നാമതായി ചെയ്യേണ്ടതായി ഏറ്റവും പ്രധാനപ്പെട്ട അതേ കാര്യമെന്ന് പറയുന്നത് ആമേൻ ദൈവത്തിന് നമ്മുടെ ആരാധന, ദൈവത്തിന് നമ്മുടെ സ്തുതിയെ അത് നൽകിക്കൊടുക്കുന്നതാണ്. And we must long for the presence of the Lord. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്, നാം ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിലാണ്. The presence of God. ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിക്കണം. The presence of God. Come on, repeat after me. The presence of God. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, ദൈവ സാന്നിധ്യം. The presence of God. ദൈവ സാന്നിധ്യത്തെ കാംക്ഷിക്കണം. The presence of God. ദൈവ സാന്നിധ്യം. Come on, let's shout presence of God. ആമേൻ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം, ദൈവ സാന്നിധ്യം. Psalm number 27 verse 4, David says, one thing that I have desired of the Lord. ആമേൻ. സങ്കീർത്തനം 27:4 ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയിൽ നിന്നും ഒരു കാര്യമാണ് അപേക്ഷിച്ചത്. That to see the beauty of the holiness of God. അവിടെ എന്താ വായിക്കുന്നത്? ഞാൻ ഒരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും and to have an opportunity to dwell in His presence all the days of my life. എന്റെ ജീവകാലം മുഴുവനും അവന്റെ സന്നിധിയിൽ, അവന്റെ മന്ദിരത്തിൽ ഒന്ന് വസിക്കാൻ ഒരു അവസരവും കൂടെ ഞാൻ നോക്കി പാർക്കുന്നതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. So tell your neighbor, presence of God. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് കൈ കൊടുത്തിട്ട് പറ, ആമേൻ, ദൈവ സാന്നിധ്യം. Call them neighbor. അടുത്ത വ്യക്തിയെ വിളിക്കണം. അയൽക്കാര, neighbor, അയൽക്കാരി, neighbor, അയൽക്കാരി. we must live for the presence of God. നാം ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആയിരിക്കണം. അങ്ങനെ പറയണം. The presence of God. ദൈവ സാന്നിധ്യം. Neighbor,
അയൽക്കാര, neighbor, അയൽക്കാരി, let's live for the presence of God. നാം ജീവിക്കുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആയിരിക്കണം ജീവിക്കേണ്ടത്. So let's do it practically. Let's do it. Give our hands to your neighbor and say, come on. After the lunch it is a very tough time. After the lunch it is sleeping time. Okay, so tell your neighbor. ഊണൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പം നമുക്ക് വലിയൊരു ഒരു സന്തോഷമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, മയക്കോ ക്ഷീണോ ഒക്കെ വരാതിരിക്കാൻ അയൽക്കാരനെ വിളിച്ചിട്ട്, അയൽക്കാരോ, അയൽക്കാരിയെ, let's live for the presence of God. നാം ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആയിരിക്കണം ജീവിക്കേണ്ടത്. ആമേൻ. അമ്മ അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് പിടിച്ചൊന്ന് കുലുക്കിക്കോ, കുഴപ്പമില്ല. ഒറ്റ കുടുംബം ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് കമോ അയൽക്കാരെ നമുക്ക് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ജീവിക്കണം. അയൽക്കാരെ വിളിച്ചുണർത്തിയിട്ട് ഇടയ്ക്ക് അവരെ ഒന്ന് തട്ടി ഉണർത്തിയാലും കുഴപ്പമില്ല, വിളിച്ചു പറയണം, അയൽക്കാരോ, നമ്മൾ ജീവിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിനായിരിക്കണം. Hallelujah. Hallelujah. So Bible teaches us that I will raise up the fallen tabernacles of David, that which was fallen. എന്താ വചനം നമ്മെ പഠിപ്പിക്കുന്നറിയാമോ? വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ ഞാൻ അന്ത്യനാഴികയിൽ ഞാൻ നിവർത്തും. So we see this picture that as God's people worship God, God's glory descended upon the people. നമുക്കറിയാം, ദൈവത്തിന്റെ ജനം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നു. The priests could not minister to God on their agenda. ആ മേഘം ഇറങ്ങി വന്നപ്പോൾ, ആ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല എന്ന് വായിക്കുന്നു. But years later we find that this same temple was destroyed. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നാം കാണുന്നത്, അന്ന് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന ശുശ്രൂഷകന്മാർക്ക് നിൽക്കാൻ കഴിയാതെ വണ്ണം ഘനീഭവിക്കപ്പെട്ട ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന ദേവാലയം തകർക്കപ്പെട്ടതാണ്. But and nobody were bothered about such thing happened. അങ്ങനെ ഒരു ആലയം തകർന്നു പോയതിൽ ആർക്കും ഒരു വിഷമവും തോന്നിയില്ല, ഒരു ദുഃഖവും തോന്നിയില്ല. It was not the physical temple being lost. It was the spiritual temple that experienced the catastrophe of it. പ്രിയപ്പെട്ടവരെ, കേവലം അവിടെ തകർന്നു വീണ ഒരു കെട്ടിടത്തെ കുറിച്ചല്ല നമ്മൾ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്പുറമായിട്ടുള്ള ഒരു ആത്മീയ മണ്ഡലത്തിൽ ഒരു സാന്നിധ്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആരും ഒരു കാലത്തും അത് വിഷമിച്ചില്ല. Bible calls it the glory departed. ആമേൻ. അതിനെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ വിളിക്കുന്നു, ഈഖാബോത്ത്, ദൈവത്തിന്റെ തേജസ്, മഹത്വം പോയി. Oh, God's glory departed. ദൈവത്തിന്റെ തേജസ് അവരെ വിട്ടുപോയി. But we find a group of prophets, Amos, Joel, all these contemporary prophets, Obadiah, and all those people, they were crying out to the Lord. Amen. Lord, when is that day that you will restore the glory of God back to his body? അനേകർക്ക് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടത് ഒരു വിഷമമായി തോന്നാതിരുന്നപ്പോൾ സമകാലികന്മാരായിരുന്ന പ്രവാചകന്മാരായ ആമോസ്, ഓബദ്യാവ്, യോവേൽ തുടങ്ങിയ പ്രവാചകന്മാർ നിരന്തരം ദൈവത്തിന്റെ സന്നിധിയിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അല്ലയോ ദൈവമേ, അല്ലയോ യഹോവേ, അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ സാന്നിധ്യം ഇനി എന്ന് ഞങ്ങളിലേക്ക് മടങ്ങി വരുമെന്നവർ പ്രാർത്ഥിച്ചു. Will you restore your glory back to your body, O God? ഈ പ്രവാചകന്മാരെല്ലാം തന്നെ നിലവിളിച്ച നിലവിളി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങളിൽ നിന്നും വേർപെട്ടുപോയ മാറിപ്പോയ അങ്ങയുടെ സാന്നിധ്യം ഇനിയെങ്കിലും ഒന്ന് തിരികെ വരുമോ? Oh, the glory that departed from India, Lord, when is the day that you will restore it back to our nation India, Lord? ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തുള്ള ആമോസും ഓബദ്യാവും യോവേലും പോലുള്ള പ്രവാചകന്മാരായ എന്റെയും നിങ്ങളുടെയും നിലവിളിയും പ്രാർത്ഥനയും അത് തന്നെ ആയിരിക്കട്ടെ. അല്ലയോ കർത്താവേ, അങ്ങയുടെ നഷ്ടപ്പെട്ടു പോയ ഈ രാജ്യത്തിന്മേലുള്ള സാന്നിധ്യം ഇനി എന്ന് അങ്ങ് മടക്കി തരൂ. Lord, when is the day that you are going to restore the glory of God back to my family, back to my region, back to my state, back to my life, Lord? ഇന്ന് പകൽക്കാലം നിങ്ങളിൽ എത്ര പേർക്ക് നിലവിളിയോടെ ഈ പ്രയർ സെമിനാറിൽ പ്രാർത്ഥിക്കാൻ കഴിയും? അല്ല കർത്താവേ, രാജ്യത്തെ മാത്രമല്ല, എന്റെ കുടുംബത്തിൽ നിന്നും, എന്റെ വ്യക്തി ജീവിതത്തിൽ നിന്നും, എന്റെ സമൂഹത്തിൽ നിന്നും, എന്റെ കൂട്ടായ്മയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായ ആ ദൈവ സാന്നിധ്യം ഇനി എന്ന് മടങ്ങി വരുമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്?